വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഇന്ന് മിക്ക വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയാണ് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിലും മൊബൈൽ ഫോൺ കൊടുക്കുക. ഇതുകൊണ്ടുണ്ടാകുന്നൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് മാരകമായ ഓട്ടിസം എന്ന പേരുള്ള ഒരു രോഗം വരുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. പക്ഷേ പല ഉമ്മമാരും ഉപ്പമാരും ഇത് ശ്രദ്ധിക്കാറില്ല. ഇതിൽ നിന്ന് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് രക്ഷകർക്ക് അറിയാം. പക്ഷേ കുട്ടികൾ കരയുമ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കും. കാരണം ഇതല്ലാതെ കുട്ടികൾ ഫുഡ് കഴിക്കണ്ടേ? ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ കരയുമ്പോഴോ വാശി പിടിക്കുമ്പോഴോ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് മലപ്പുറത്തുള്ള ഷീജ നളന്ത എന്ന പേരുള്ള എൻ്റെ അധ്യാപിക കൂടിയായ ആ സൈക്കോളജിസ്റ്റ് പറയുന്ന ഈ പാഠങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. കുട്ടികളെ നമുക്കറിയാം, ജനിച്ചു വീണ മുതൽ ഇവർ കേൾക്കുന്നത് അമ്മയുടെ സൗണ്ടിനേക്കാളും കൂടുതൽ കേൾക്കുന്നത് മൊബൈൽ ഫോൺ എന്നുള്ള സൗണ്ട്സാണ്. പിന്നെ വെളിച്ചമായാലും സൗണ്ടായാലും കുട്ടികളെ പെട്ടെന്ന് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും. കാരണം ആദ്യം ഒരു ഡെവലപ്മെൻറ്റിൽ കുട്ടിക്ക് വരുന്നത് ഫസ്റ്റ് കണ്ണാണ്, കാഴ്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റിൽ ഡെവലപ്പ് ആവുന്നത്. രണ്ടാമത് വരുന്നത് ഓഡിയോ ആണ്, ചെവിയാണ്. അപ്പോൾ അതിനെ രണ്ടിനെയും ഈ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ കുട്ടികൾ ഇതിലേക്ക് ശ്രദ്ധ പതിക്കുകയാണ്. പക്ഷേ ഇത് ചലിക്കുന്ന ഒരു മൂവ് ചെയ്യുന്നതാണല്ലോ. അപ്പം അമ്മ കുട്ടിയോട് സംസാരിക്കുമ്പോൾ അവിടെ മൂവ്മെൻ്റ് ഇല്ല. അമ്മ അവിടെ സ്റ്റാറ്റിക്കായിട്ട് നിന്നിട്ട് കുട്ടി ആ ഒരു എക്സ്പ്രഷനോടെ സംസാരിക്കുക. പക്ഷെ ഒരു മൊബൈലാകുമ്പോൾ അവിടെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടും കേട്ടും സ്പീഡപ്പ് അതിൻ്റെ ടോക്കൊക്കെ കേട്ട് വളർന്ന കുട്ടിയുടെ മറ്റു സെൻസ് ഓർഗൻസിന് കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടാതെ കണ്ണും കാതും മാത്രം കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുകയും അത് വിഷ്വൽ ഓട്ടിസം പോലെയുള്ള അവസ്ഥകളിലേക്ക് കുട്ടികളെ നയിക്കും. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അവർ കാണുകയും കൂടുതൽ സമയം മൊബൈൽ ഫോണിൻ്റെ മുന്നിലിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജനിക്കുമ്പോൾ നോർമലായിട്ട് ഒരു കുഴപ്പമില്ലാത്ത കുട്ടി 3 വയസ്സിനുള്ളിൽ ഓട്ടിസ്റ്റിക് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതിനാണ് നമ്മൾ വിഷ്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഓട്ടിസം നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നതാണ്. ജനിക്കുമ്പോഴുള്ള ഓട്ടിസം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അവരുടെ ലൈഫ് കണ്ടീഷൻ അങ്ങനെ തന്നെ ആയിരിക്കും, മാറ്റാൻ പറ്റില്ല. പക്ഷേ വിഷ്വൽ ഓട്ടിസം ഒരു വെർച്വൽ മീഡിയയുടെ ഫലമായിട്ട് വന്നിട്ടുള്ള ഒരു ഓട്ടിസം ആണെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം വിഷ്വൽ ഓട്ടിസം വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? വിഷ്വൽ ഓട്ടിസം വന്നാൽ സാധാ ഒരു ഓട്ടിസത്തിൽ കുട്ടി കാണിക്കുന്ന പോലെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും. ഐ കോണ്ടാക്ട് കുറയും, കുട്ടിക്ക് സംസാരം കുറയും. അതേപോലെ തന്നെ ഒരു പ്രത്യേക മോഡിൽ കുട്ടിയുടേതായിട്ടുള്ള ഒരു രീതിയിൽ മാറി നിന്നുകൊണ്ട് തൻ്റെ ഒരു സർക്കിളിൽ നിന്ന് മാത്രവും കളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യാം. എല്ലാം ഒരു ലോഡ്ലി ആയിട്ടുള്ള കാര്യത്തിനാണ്, ഒറ്റയ്ക്ക് ഏകാന്തമായ കാര്യത്തിനായിരിക്കും കുട്ടി കൂടുതൽ താല്പര്യം കൊടുക്കുക. മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ സംസാരം ഡെവലപ്പ് ചെയ്യില്ല. ഐ കോണ്ടാക്ട് ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ മറ്റുള്ള ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറയും. അങ്ങനെ ബ്രെയിൻ ഡെവലപ്മെന്റ് 3 വയസ്സ് വരെ ഒരു കാരണവശാലും കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. 3 വയസ്സ് വരെ എന്നല്ല, 3 വയസ്സ് വരെ ഇത് ലിമിറ്റഡ് ആക്കണം. 2 വയസ്സിനുള്ളിൽ ഒട്ടും കൊടുക്കരുത്. 2 വയസ്സ് ടു 3 വയസ്സിനിടയിൽ വേണമെങ്കിൽ അരമണിക്കൂർ അവർക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കാം, അരമണിക്കൂറെങ്കിലും, അത്രേ പറയുന്നുള്ളൂ. 2 വയസ്സിനുള്ളിൽ നോ സ്ക്രീൻ എന്നാണ്. സ്ക്രീനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കരുത്. കാരണം ഏറ്റവും കൂടുതൽ അവരുടെ ബോഡി ആൻഡ് മൈൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഈ 4 വയസ്സിനുള്ളിലാണ്. അപ്പോൾ ഇത്തരം സ്ക്രീന് മാക്സിമം അവരിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇവിടെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. നമ്മൾ പാരൻസ് വിചാരിച്ചാൽ നമ്മൾ ഒരു ദിവസം കുട്ടീനെ മാറ്റി വെച്ചാൽ മതി. 1-2 പ്രാവശ്യം ചിലപ്പോൾ 2 വയസ്സോ 2.5 വയസ്സായ കുട്ടി ചിലപ്പോൾ വാശി പിടിക്കും. ഭക്ഷണം കൊടുത്താൽ ചിലപ്പോൾ കഴിക്കേണ്ടാവില്ല. അങ്ങനെയുള്ള വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ ആ സിറ്റുവേഷൻ മാറ്റിയാൽ കുട്ടി അത് മറക്കും. ആ ഒരു ഏജിലുള്ള കുട്ടികൾ പെട്ടെന്ന് മറക്കും ഓരോ കാര്യങ്ങൾ. അവർ പ്രസൻ്റ്ലി എന്താണോ അതിലേക്ക് എൻഗേജ് ചെയ്ത് പോകാൻ പെട്ടെന്ന് പറ്റും, ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എങ്ങനെയും നമ്മൾ പറയുക അവരുടെ ബ്രെയിൻ മാറ്റാൻ പറ്റുന്നൊരു ടൈമാണ് ആ ഒരു സമയം. അതുകൊണ്ട് നമുക്ക് സ്ക്രീൻ കംപ്ലീറ്റ് മാറ്റുക എന്നുള്ളത് തന്നെ പറ്റുള്ളൂ, മാറ്റാൻ പറ്റും. ആ ഒരു സമയത്ത് തിരക്കുള്ള ഉമ്മമാരാണ് കുട്ടിക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ അപകടം പിന്നീടാണ് വർഷങ്ങൾ കഴിയുമ്പോഴാണ് മനസ്സിലാവില്ലേ. ഈ സമയത്തൊക്കെ നമ്മൾ എൻഗേജ്മെന്റ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കുട്ടിയൊന്ന് അടങ്ങിയിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവിടെ മൊബൈൽ കൊടുക്കുന്നത്. പക്ഷേ പിന്നെ അത് കഴിയുമ്പോൾ ആ ഒരു 4 വയസ്സ് കഴിയുമ്പോൾ പിന്നെ അമ്മയ്ക്ക് എവിടെയും അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും ഇത്. പിന്നെ കുട്ടിക്ക് മൊബൈൽ കൊടുത്തോണ്ട് അമ്മയ്ക്ക് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതിലപ്പുറം വയലൻസ് കുട്ടിയിൽ നിന്ന് വന്നു കഴിയും.
പല കുട്ടികളും നമ്മളെ വിഷ്വൽ ഓട്ടിസമുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രമാത്രം വയലൻ്റ് ആയിരിക്കും. അതിൽ ചെറിയൊരു ADHDയുടെ എലമെൻറ്റ് ജനിക്കുമ്പോഴേക്കുള്ള കുട്ടികളാണെങ്കിൽ ഒരു 4 വയസ്സാകുമ്പോഴേക്കും കംപ്ലീറ്റ് വയലൻസ് ആയിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. വീട്ടിലത്തെ ജനലൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക, വാശി കൂടും. എന്നുവെച്ചാൽ മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് വയലൻ്റ് ആവും. അവർക്കിത് വേണം. ആ രീതിയിലേക്ക് അവർ ബ്രെയിൻ മാറുകയാണ്. ഇത് കിട്ടുമ്പോഴേ നമ്മളൊരു അഡിക്ഷൻ വന്നു. ആ ഒരു മൊബൈൽ കിട്ടുമ്പോഴേ അവരുടെ മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ വയലൻ്റ് ആവും. ശരിക്കും കുട്ടികളെ വാശി ആക്കുന്നത് രക്ഷിതാക്കളാണ്. തുടക്കത്തിൽ നമ്മളാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണം നമ്മളുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്കത് അറിയില്ലല്ലോ. ഈ മൊബൈലിലുള്ള സാധനം അവർക്കറിയില്ല. ജനിച്ചു വരുമ്പോൾ അവർക്കറിയില്ലല്ലോ. അതില്ലാത്ത സിറ്റുവേഷനിൽ വളർത്തിയാൽ അവരങ്ങനെ മാറും. കാരണം അവർക്ക് മസിൽ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. മസിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ മസിൽസും ഫാസ്റ്റായിട്ട് വളരുന്ന സമയമാണ് ഈ ചെറിയ പ്രായത്തിൽ, 4 വയസ്സിനുള്ളിൽ. അപ്പോൾ ശരീരം ചലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ ചെയ്യണം. അവർ ഓടണം, ചാടണം, നടക്കണം, വീഴണം, ഓരോന്ന് കൈ കൊണ്ട് കാലുകൊണ്ട് ചെയ്യണം. പ്രത്യേകിച്ചും കൈ കൊണ്ട് ഈ ബ്ലോക്സ് ഒക്കെ അല്ലേ, ഇങ്ങനെ കണക്ട് ചെയ്ത് കളിക്കുന്ന ബ്ലോക്സ് ഉണ്ടല്ലോ, ബിൽഡിംഗ് ബ്ലോക്സ്. ആ ബ്ലോക്സ് ഒക്കെ കണക്ട് ചെയ്ത് കുട്ടികൾ കുറേ സമയം കളിക്കണം. എന്ന് വെച്ചാൽ ഈ കട്ടക്കളി എന്ന് പറയും. അതായത് നമ്മളെ ഫിംഗേഴ്സിൻ്റെ ടിപ്സ് ബ്രെയിനിലേക്ക് നല്ല സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കുട്ടികൾക്ക് കളിക്കുന്നതിന്. അതൊക്കെ അത് റിസർച്ച് ബേസ്ഡ് മെറ്റീരിയലാണ്. ശരി, ഇതല്ല. ഈ ബ്ലോക്സ് ഒക്കെ അതന്നെ കുഞ്ഞുകുട്ടികൾക്ക് കളിക്കുമ്പോൾ അത് ഫിംഗറിന് കൂടുതൽ സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഫിംഗർ ടിപ്പ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അത് ബ്രെയിനിൽ നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത്തരം കളികളിലൊക്കെ അവർ എൻഗേജ് ചെയ്യണം. ഫുള്ളി ബോഡി ഇൻവോൾവ് ആയിട്ടുള്ള കളികൾ എൻഗേജ് ചെയ്യുമ്പോൾ മസിൽ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും, അവരുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും, ബ്രെയിൻ നല്ല ഡെവലപ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഏജിൽ 4 വയസ്സാകുമ്പോഴേക്കും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഏകദേശം 60% കഴിയാണ്. ആ സമയത്ത് മാക്സിമം എൻഗേജ് കനസ്തെറ്റിക് മെത്തേഡ് എന്ന് പറയാം, ചെയ്തുകൊണ്ട് ചെയ്യണം. അവരിപ്പോൾ കസേരയൊക്കെ മറിച്ചിട്ട് കളിക്കുക, അതൊക്കെ വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം. പല കുട്ടികളും ആ സമയത്ത് അത് വേണം. കസേരയൊക്കെ മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് നോക്കുക, അങ്ങനെയൊക്കെ കളിക്കുന്ന കുട്ടികൾ. ടേബിളിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് നോക്കുക. ശരിക്കും അവരൊരു പുതിയൊരു ലോകം കാണുകയാണ് ചെയ്യുന്നത്. ആ ടേബിളിൻ്റെ അടിയിലേക്കൂടെ നോക്കുമ്പോൾ അവരുടെ വിഷനിൽ ഒരു പുതിയൊരു ലോകമാണ് അവർ കാണുന്നത്. പക്ഷെ നമ്മളങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. കസേര മറിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് കുട്ടീനോട് വഴക്ക് പറയുകയാണ് ചെയ്യുക. ഈ ചെറിയ ഏജിലാണ് പറയുന്നത് കേട്ടോ, 4 വയസ്സിനുള്ളിൽ. അപ്പോൾ ഇങ്ങനത്തെ മാക്സിമം അവരെ ഫ്രീ ആയിട്ട് വിടണം. 4 വയസ്സിനുള്ളിൽ ഒരു കുട്ടിയെ നമ്മളവിടെ വരുന്ന ഒരു തെറാപ്പിക്ക് വരുന്നൊരു കുട്ടിയാണ്. 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7 വയസ്സ് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഈ കുട്ടി ഹിന്ദി നന്നായിട്ട് സംസാരിക്കും, ഇംഗ്ലീഷും നന്നായിട്ട് സംസാരിക്കും, മലയാളം നന്നായിട്ട് സംസാരിക്കും. 2-ാം ക്ലാസ്സിലെത്തി. പക്ഷേ കംപ്ലീറ്റ് ലെറ്റർ ഇപ്പം 1-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും കുട്ടി വായിക്കാൻ പഠിക്കണമല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ LKG UKG അക്ഷരങ്ങൾ പഠിക്കുന്നു. 1-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും കുട്ടി വായിക്കാൻ പഠിക്കും. പക്ഷേ 2-ാം ക്ലാസ്സിലെത്തിയിട്ടും ഈ കുട്ടിക്ക് ലെറ്റർ കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്. സംസാരിക്കും ഹിന്ദിയൊക്കെ, എല്ലാവരും വീട്ടിൽ വരുന്ന പണിക്കാരോടൊക്കെ ഇവനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത്രയും കാർട്ടൂൺ കണ്ടിട്ട്, കാർട്ടൂൺ നിരന്തരം കാണും. ചെറുപ്പം മുതൽ അവൻ കാർട്ടൂൺ കാണും. മലയാളം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എന്തും മനോഹരമായിരിക്കുന്നു. ഇങ്ങനെ കാർട്ടൂൺ ഭാഷ ഉണ്ടല്ലോ, അച്ചടി ഭാഷ, അതിലാണ് സംസാരിക്കുക. പക്ഷെ ലെറ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഈവൻ സ്വരാക്ഷരം പോലും ഈ കുട്ടിക്ക് കൺഫ്യൂഷൻ. അതൊരു വിഷ്വൽ ഓട്ടിസത്തിൻ്റെ ഒരു ഭാഗമാണ്. കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഹിന്ദി സംസാരിക്കുന്നുണ്ട്. ആ കുട്ടി പതുക്കെ ഈ വിഷ്വൽ ഓട്ടിസം വരുന്നു. പിന്നെ എന്ത് ചെയ്യണേ, ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യത്തിലേക്ക് ഇപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ കൺസൾട്ട് ചെയ്തപ്പോൾ പഠന വൈകല്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അത് ഇപ്പം നമ്മൾ അസസ് ചെയ്യുമ്പോൾ പഠന വൈകല്യം വരുന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കേസ് ഹിസ്റ്ററി നോക്കുമ്പോൾ. പക്ഷേ ഈ റീസൺസ് ഒന്നും കുട്ടിക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ അസസ് ചെയ്യുമ്പോൾ നോക്കുന്ന അമ്മയ്ക്ക് വരുന്ന ഡെലിവറിയിലുള്ള പ്രോബ്ലംസ്, പ്രഗ്നൻസിയിലുള്ള പ്രോബ്ലംസ്, അങ്ങനെ ന്യൂറോ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് പഠന വൈകല്യം ഉണ്ടാവുക. പക്ഷേ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ആ കുട്ടിക്കില്ല. കുട്ടിക്കുള്ളത് ഇതാണ്, ചെറുപ്പം മുതൽ തന്നെ മൊബൈലും ടിവിയും കാർട്ടൂണും കൂടുതൽ സമയം. മൊബൈൽ ഫോൺ പ്രശ്നം തന്നെ ടിവിയും പ്രശ്നമാണോ? ടി വിയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊബൈലിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ ടി വി ആണ്. കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർട്ടൂണുകളിലേക്ക് അഡിക്റ്റ് ആവുന്നുള്ള, അതേപോലെ ഈ ഭാഷയൊക്കെ ഈ കുട്ടി ഇത് കണ്ടിട്ടാ, കാർട്ടൂൺ കണ്ടിട്ടാ. അപ്പോൾ അതിനൊക്കെ ലിമിറ്റ് വെച്ച് ലാംഗ്വേജും പഠിക്കുന്നതിന് മുമ്പാണ് കുട്ടി
ഇങ്ങനെ അത് വിഷ്വൽ ഓട്ടിസം പോലുള്ള അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ അത് രക്ഷിതാക്കളാണ് അതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അവിടെ റോള് രക്ഷിതാക്കൾക്ക് മാത്രമാണ്. കാരണം ഇത് കൊടുക്കുന്ന നമ്മുടെ വീടുകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഉപേക്ഷിക്കണ്ട, നമുക്ക് നിയന്ത്രിക്കാമല്ലോ. പക്ഷെ നമ്മുടെ മക്കൾക്ക് ഓട്ടിസം പോലെയുള്ള അത് പിന്നീട് പഠന വൈകല്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കുട്ടികൾ ജന്മം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളല്ല, നമ്മളായിട്ട് രക്ഷിതാക്കളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരുപാട് ഉമ്മമാർക്ക് പറയാനുണ്ടാവും, അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്, കുട്ടികൾ കരയാണ്, നോക്കാൻ ആളില്ല, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? ഇതില്ലാത്ത കാലത്തും കുട്ടികളുണ്ടായിരുന്നു, അടുക്കളയുണ്ടായിരുന്നു, പണിയും ഉണ്ടായിരുന്നു. നമ്മളാണ് മാറേണ്ടത്. നാളെ നമ്മുടെ കാരണം കൊണ്ട് ഒരിക്കൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് ഒരു കുട്ടികളെയും നമ്മൾ മന്ദബുദ്ധികളാക്കി മാറ്റരുത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഈ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോക്കുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.